അസ്സലാമു അലൈക്കും. 1.25 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു കുക്കറിനകത്ത് ഇട്ട് കൊടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കി മുറിച്ചിട്ടുണ്ട്. അതിലേക്ക് 4 വലിയുള്ളി അരിഞ്ഞതും 2 വലിയ തക്കാളി അരിഞ്ഞതും 5 പച്ചമുളകും കൂടി ചേർത്തുക. അത് നമുക്ക് ഈ കുക്കറിൽ ഇട്ട് കൊടുക്കാം. വാട്ടൊന്നും വേണ്ട, വാട്ടാതെ നേരിട്ടിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇനി അതിലേക്ക് ഒരു പിടി ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പൊടികളാണ് വേണ്ടത്. 1.25 കിലോക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. നിങ്ങളിതിൻ്റെ പകുതിയാണ് ബീഫ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ അളവൊക്കെ ഒന്ന് പകുതിയാക്കിയാൽ മതി. നല്ല എരിവുള്ള മുളകും പൊടിയാണ് 2 ടേബിൾ സ്പൂണോളം ഇടാം. പിന്നെ 1/4 സ്പൂണ് ഉലുവയാണ് ഇടുന്നത്. നിങ്ങളുടെ അടുത്ത് ഉലുവ പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 സ്പൂണ് ഉലുവപ്പൊടി ഇട്ടാൽ മതി. ഉപ്പ് ആവശ്യത്തിന്, ഞാനൊരു 3/4 ടേബിൾ സ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കാം. സ്പൂൺ കൊണ്ട് മിക്സ് ആക്കിയതിനെക്കാട്ടി നല്ലത് കൈ കൊണ്ട് തന്നെ നല്ല അമർത്തി മിക്സ് ആക്കണതായിരിക്കും. അപ്പോൾ ഈ ഇറച്ചിയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങും. അതിന് വേണ്ടിയിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഇതൊന്ന് മൂടി വെച്ചിട്ട് 4 മുതൽ 5 വിസിൽ വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. പല സ്ഥലത്തും പല ഇറച്ചിയും പല വേവും ആയിരിക്കും. നിങ്ങൾ വേവിനനുസരിച്ച് നോക്കുക. നമുക്കിതൊന്നൊരു 4 വിസിൽ ഒക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ വെന്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 4 വിസിലടിച്ച് വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് തൂമിച്ച് ഇടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു 8 വെളുത്തുള്ളിയും ഒരു 5 ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് കറിവേപ്പില, ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് വെന്ത ഈ ഒരു ബീഫിലേക്ക് ഈ ഒരു കൂട്ടിട്ട് കൊടുക്കാം. തൂമിച്ചത് ഇട്ടതിന് ശേഷം കയ്യിലൊന്ന് വെച്ച് ഇളക്കാതെ നമുക്കൊന്ന് കുറച്ചൊരു 10 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കണം. ഇപ്പോൾ മൂടി വെച്ച് ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള നാടൻ ശൈലിയിലുള്ള ഒരു ബീഫ് വരട്ടിയതാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ചോറിലേക്കും അതുപോലെ പത്തിരിക്കും ദോശയിലേക്കൊക്കെ എല്ലാത്തിലേക്കും നല്ല പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാത്തവർ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.